എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി അമ്മമാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എൻ്റെ കുഞ്ഞിന് വണ്ണമില്ല, എൻ്റെ കുഞ്ഞിന് വണ്ണം വെക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് അമ്മമാർ എന്നോട് ചോദിക്കുന്നു. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഇതിനൊരു മറുപടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ കുഞ്ഞിന് വണ്ണമല്ല നമുക്ക് വേണ്ടുന്നത്, വെയിറ്റാണ്. ഈ വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് വെയിറ്റ് വരൂ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി, എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടർമാർ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റും ഇപ്പോൾ ഉള്ള വെയിറ്റുമേ ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ കുഞ്ഞിന് എത്ര തടിയുണ്ട് എന്ന് ഏതെങ്കിലും ഡോക്ടർമാർ ചോദിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാ അമ്മമാർക്കുള്ളൊരു വിശ്വാസമാണ്, എൻ്റെ കുഞ്ഞിന് വണ്ണം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ, എൻ്റെ കുഞ്ഞ് മെലിഞ്ഞിരുന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആവണമെങ്കിൽ വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് മാത്രമേ നമുക്ക് നോർമൽ ആകേണ്ടുള്ളൂ. ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ അതിനുള്ള മറുപടി തരുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വണ്ണം, ചേച്ചി എൻ്റെ കുഞ്ഞിന് വണ്ണമില്ല, വണ്ണം വെക്കുന്നതിന് എന്ത് ചെയ്യണം ചോദിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയുന്നുണ്ട്, കുഞ്ഞിന് ബോഡി വെയിറ്റ് നോർമൽ ആണോ എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, വണ്ണത്തിൽ കാര്യമില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അതൊരു സംശയമാണ്. പിന്നെയും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം വേഗം തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നിങ്ങൾ ദയവ് ചെയ്ത് കുഞ്ഞിൻ്റെ വണ്ണത്തിനെ ഓർത്ത് ആശങ്കപ്പെടരുത്, കുഞ്ഞിൻ്റെ വെയിറ്റിനെ ഓർത്ത് മാത്രം ആശങ്കപ്പെടുക. അവരുടെ ബോഡി ഇപ്പം 6 മാസമുള്ളൊരു കുഞ്ഞിന് ഇത്ര വെയിറ്റ് വേണമെന്നുണ്ട്, 7 മാസമായുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് വേണമെന്നുണ്ട്. അത് നമ്മൾ കറക്റ്റാക്കി കൊണ്ട് നടക്കുക. നമുക്ക് അതിലാണ് വേണ്ട, അവിടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചാർട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. ഇപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കാൻ, 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 1 to 6 months, 6 month വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓഫ് കോഴ്സ് വേറെ ഒന്നും കൊടുത്തേക്കരുത്, ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. പിന്നെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ അഭാവത്തിൽ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വേറെ ഫുഡ്, നിങ്ങളിപ്പോൾ ഈ പറയുന്ന വേറെ ഫുഡുകളൊന്നും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് മുമ്പ് കൊടുത്തേക്കരുത്. ഓക്കെ, അപ്പം 1 to 6 month ബ്രസ്റ്റ് മിൽക്ക് അതിൽ നമ്മൾ കാര്യം പരിഹരിച്ചു. ഇനി 6 month തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, സെമി സോളിഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നത് സംഭവങ്ങളാണ്. ഇതുവരെ അവൻ്റെ വെയിറ്റ് ദൈവം സഹായിച്ച് എല്ലാം കറക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവൻ്റെ വെയിറ്റിനെ കുറിച്ച് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങളാണ് വെയിറ്റ് ഗെയിനിങ് മെയിനായിട്ടുള്ളത്, അതാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ, ഇത് ഓരോന്നും എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാഗി എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുത്താറി അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ റാഗി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 6 monthൽ അവർക്ക് സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അവർക്ക് റാഗി നന്നായിട്ട് കൊടുക്കുക. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ആ ഒരു അളവിൽ കൊടുക്കുക. അത് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് അതിനകത്ത് എല്ലാം ഉണ്ട്, കാൽസ്യം ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കുറുക്കാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക 6 month തൊട്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, ഇന്ന് ഒരു നേരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് ഒരു നേരം ഇപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം അടുത്ത നേരം വേറെ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ബോറിംഗ് ആവും, പിന്നെ അവർക്കത് കഴിക്കാൻ മടിയായിരിക്കും. അപ്പം നമ്മൾ പല ഫുഡ് നമ്മൾ അവർക്ക് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം റാഗി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഷോപ്പിൽ പോയിട്ട് റാഗി പൗഡറായിട്ട് വാങ്ങാതെ റാഗി തന്നെയായിട്ട് വാങ്ങി, മുത്താറി തന്നെയായിട്ട് വാങ്ങി കഴുകി ഉണക്കി അത് കുഞ്ഞിന് പൊടിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലുകളിലൊക്കെ പോയി പൊടിച്ചു കൊടുക്കാം. ഇനി അതല്ല, പക്ഷേ അതിൻ്റെ എന്താ അതിന് പറയുന്നത്, മറന്നുപോയല്ലോ, അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള തൊലിയില്ലേ, അതിനെന്തോ പറയുന്നുണ്ടല്ലോ, അത് കുഞ്ഞിൻ്റെ വയറ്റിൽ പോവരുത്. സോറി, ഞാൻ മറന്നുപോയി. അത് ആ കുഞ്ഞിൻ്റെ വയറ്റിൽ പോവരുത്. പിന്നെ തവിട് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ആ റാഗിൻ്റെ തൊലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോവരുത്. അതിന് ശരിക്കും ചെയ്യേണ്ടത്, നമ്മൾ റാഗി വാങ്ങി നമ്മൾ ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്പം തന്നെ മിക്സിയിൽ അരച്ചെടുത്ത് അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇപ്പോഴല്ല, ഞാൻ ഓരോ ഫുഡും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം റാഗിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത് തൈര്.
തൈര് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, അതിനകത്ത് എല്ലാ കാൽസ്യവും ഉണ്ട്, അതിനകത്തുകൊണ്ട് എല്ലാ കാൽസ്യവും ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 6 മാസം തൊട്ട് കൊടുക്കേണ്ട, ഒരു 7 മാസമായ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് നിങ്ങൾക്ക് തൈര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നമ്മൾ ചോറൊക്കെ പീച്ചി കൊടുക്കുമല്ലോ, അതിനകത്തൊക്കെ കുറച്ച് തൈര് ആഡ് ചെയ്യുക. തൈര് തന്നെ കുടിക്കാൻ കൊടുക്കുക എന്ന് വെച്ചാൽ ലസ്സിയാക്കി കൊടുക്കുക. ലസ്സി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാ ഫുഡിനകത്തും തൈര് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റ് ഗെയിനിങ്ങിന് ഒരു ബെസ്റ്റ് ഫുഡാണ്, ഒരു ഐറ്റമാണ് നമ്മുടെ തൈര് എന്ന് പറയും. തൈര്, യോഗട്ട്, കേട് എന്താണേലും ഒക്കെ നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫുഡ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ്. അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഈ നെയ്യ് എന്ന് പറയുന്നത് എപ്പോൾ തൊട്ട് കൊടുക്കാം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അതിൻ്റെ അളവുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസം, അത് നമ്മൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് 2-3 ഡ്രോപ്സ് അങ്ങനെ കൊടുക്കാവുള്ളൂ. ഓവർ കൊടുക്കരുത്. 2-3 ഡ്രോപ്സ് അവരുടെ ഭക്ഷണത്തിൽ, ഏത് ഭക്ഷണം ആയിക്കോട്ടെ, അവർക്ക് ചോറ് നിങ്ങൾ പീച്ചി കൊടുക്കുന്ന ആയിക്കോട്ടെ, ചോറ് അരച്ചു കൊടുക്കുന്ന ആയിക്കോട്ടെ, ഇപ്പം കുറുക്കുകളാക്കുന്ന ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നിങ്ങൾ നെയ്യും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തോ. വെയിറ്റ് ഗെയിനിങ്ങിന് ബെസ്റ്റാണത്. ഞാൻ എൻ്റെ മോനെ എല്ലാ ഫുഡിനകത്തും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം 6 മാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് 2-3 ഡ്രോപ്സ് കൊടുക്കുക. ഒരു 7, 8, 9 മാസമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ അത്രയായിട്ട് കൊടുക്കുക. പിന്നെ ഒരു 9, 10 ആ ഒരു മാസമായ, ഒരു 10 മാസമായ കുഞ്ഞുങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കൊടുക്കാം. പിന്നെ 1 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറയുന്നത് 1 ടീസ്പൂണാണ് ഞാൻ പറയുന്നത്. 1 ടീസ്പൂണോ ഒരു 1.5 ടീസ്പൂണോ കുഞ്ഞും കൊടുത്തു എന്ന് ഓർത്തോണ്ട് കുഴപ്പമില്ല. വീട്ടിലുള്ള നെയ്യാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളുടെ വീടുകളുടെ അടുത്തൊക്കെ ആരെങ്കിലും വീടുകളിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഗീ എന്ന് പറയുന്നൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആട്ടോ വെയിറ്റ് ഗെയിനിങ്ങിന്. അപ്പം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഗീ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പൊട്ടറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ. ഇത് രണ്ടും അവർക്ക് പ്യൂരി ആയിട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഇത് രണ്ടും വേവിക്കുക. പൊട്ടറ്റോയോ, ഇപ്പോൾ ഇനി പൊട്ടറ്റോ ആയിക്കോട്ടെ, സ്വീറ്റ് പൊട്ടറ്റോ എന്താണെന്ന് അറിയാം, നമ്മൾ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയൂലേ, അത് പൊട്ടറ്റോ നമ്മൾ സാധാരണ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്. അപ്പം ഈ രണ്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നന്നായി മാഷ് ചെയ്തിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഒരു ഉപ്പും കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ്. വെയിറ്റ് ഗെയിനിങ്ങിന് നല്ല സാധനമാണ്. പക്ഷേ ഇത് എൻ്റെ മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ ഇഷ്ടമല്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം പൊട്ടറ്റോ കഴിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുക. ഓക്കെ, നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഞ്ചാമത്തെ കാര്യം എഗ്ഗിൻ്റെ യോക്ക് എന്ന് വെച്ചാൽ 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് എഗ്ഗ് വൈറ്റ് അടക്കം കൊടുക്കും. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അലർജിയൊക്കെ ആവുന്നത് കൊണ്ടാണ് വൈറ്റ് നേരത്തെ കൊടുക്കരുത്, 1 വയസ്സിന് ശേഷം കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് ഒരു 7 മന്ത് തൊട്ടുള്ള കുഞ്ഞും കൊടുത്താൽ മതി. ഞാൻ 6 മന്തിനുള്ള കുഞ്ഞിന് പറയുന്നില്ല, ഒരു 7 മന്ത് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എഗ്ഗിൻ്റെ യോക്ക്, ബോയിൽ ചെയ്ത യോക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലൊരു ഫുഡ് പ്രോഡക്റ്റാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബനാന. നമ്മുടെ ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറയുന്നില്ലേ, അതാണ് കൊടുക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബോയിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബനാന പൗഡർ നമ്മളാക്കും. ചിലർ അതിനെ അടുക്കും പഴം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കൊടുക്കുന്നുണ്ട്. ചിലർ ഈ നേന്ത്രപ്പഴം തന്നെ അരിഞ്ഞ് നമുക്ക് പിന്നെ ഉണക്കി പൊടിച്ച് ആ പൗഡറാക്കി കുറുക്ക് പോലെ കൊടുക്കുന്നവരുണ്ട്. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഏത് വേണേലും ചെയ്യാം. പക്ഷേ ബോയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബോയിൽ ചെയ്യുമ്പം ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ആ ഏത്തപ്പഴത്തിന് നടുക്കുള്ള ആ ഒരു റൂട്ട് പോലെ ഉണ്ടല്ലോ, ബോയിൽ ചെയ്ത് കഴിയുമ്പം ആ റൂട്ട് എടുത്ത് കളഞ്ഞിട്ടേ കുഞ്ഞും കൊടുക്കാവുള്ളൂ. ബിക്കോസ് ആ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ പഴത്തിൻ്റെ എന്തെങ്കിലും വിഷാംശങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കയറിയിരിക്കുന്നത് അതിനകത്തോട്ടാണ്. ആ റൂട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമല്ല, ആ യെല്ലോ കളർ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത പ്രോഡക്റ്റ് പറഞ്ഞു, എന്ത്, ബനാന അല്ലെങ്കിൽ ബനാന പൗഡർ. പിന്നെ അടുത്തത് ഹെൽത്ത് മിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ എല്ലാ നട്ട്സും എല്ലാ ധാന്യമണികളും കൂടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് മിക്സും നമുക്ക് വാങ്ങാൻ കിട്ടും. അത് പൗഡറായി തന്നെ നിങ്ങൾ വാങ്ങരുത്. ഹെൽത്ത് മിക്സിൻ്റെ ഈ നട്ട്സ് ഐറ്റംസ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അത് ഹെൽത്ത് മിക്സിൻ്റെ ടിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് പിന്നെ അത് നന്നായി കഴുകുക. അവർ കഴുകി ഉറപ്പ് വരുത്തുക എന്നൊക്കെ അവർ പറയും. പക്ഷേ എന്നാലും നമ്മളത് വിശ്വസിക്കരുത്. നമ്മൾ തന്നെ ഒന്നുകൂടെ നന്നായി കഴുകി ഉണക്കി അത് വീട്ടിലിട്ട് പൊടിക്കാതിരിക്കുക. വീട്ടിൽ മിക്സിയിലിട്ട് അതൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിക്കൊക്കെ ജാറിനൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റ് ആവും. അപ്പം ഏതെങ്കിലും മില്ലുകളിൽ കൊണ്ടുപോയിട്ട് അത് പൊടിച്ചെടുക്കുക. അത് നമ്മൾ കുറുക്കാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഹെൽത്ത് മിക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹെൽത്ത് മിക്സ് നല്ലതാണ്.
അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ആൽമണ്ട്, അതായത് ബദാം. ഈ ബദാം എങ്ങനെ ഇത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഞാനിത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം എടുക്കുക, തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക. തലേദിവസം ഒരെണ്ണമൊക്കെ മതി കേട്ടോ. 6 മാസമായ കുഞ്ഞിന് ഒരെണ്ണമൊക്കെ മതി. അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വെറും വയറ്റിലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലത്. അവർ ഗ്ലാസ്സിൽ വെള്ളം ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായി കുതിരും. അപ്പോൾ അതിൻ്റെ തൊലി, ആ സ്കിൻ അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കുന്ന പാത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എനിക്കതിൻ്റെ പേരറിയത്തില്ല. ഇങ്ങനെ ഒരു കുഴിവ് ഉണ്ടാവും, അതിൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഇടിക്കും. അതിനകത്തോട്ട് ഈ സംഭവം ഇട്ടിട്ട് നന്നായി ഇടിച്ചിട്ട് നല്ല ഒരു പേസ്റ്റ് പോലെ ആവണം. കുഞ്ഞിൻ്റെ തൊണ്ടേ കുടുങ്ങാൻ പാകത്തിനുള്ള കഷ്ണങ്ങളൊന്നും പാടില്ല. നന്നായി സോഫ്റ്റ് ആയിട്ട് അത് ഇടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വെറും വയറ്റിലോ ഇല്ലെങ്കിൽ പോട്ടേക്കോ, അത് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിലും ഒരു 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ 7 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റാണ് വെയിറ്റ് ഗെയിനിങ്ങിന്. അത് ഒത്തിരി ന്യൂട്രീഷൻ ഉണ്ട് അതിനകത്ത്. അപ്പം എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ആൽമണ്ട്സ് കൊടുക്കുക വെയിറ്റ് ഗെയിനിങ്ങിന്. ഇതുങ്ങളുടെ എല്ലാ ഫുഡിനകത്തും ആഡ് ചെയ്ത് നിർത്തേണ്ട ഒരു കുഴപ്പമില്ല. അടുത്തത് ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ടാണ്. ഡേറ്റ്സ് എങ്ങനെ കൊടുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഡേറ്റ്സ് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഈ പറഞ്ഞ പോലെ ഡേറ്റ്സ് രാവിലെ എണീറ്റ് പാടെ ഒരു 2-3 മണിക്കൂർ ഡേറ്റ്സ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ ഡേറ്റ്സിൻ്റെ സ്കിന്ന് കുറച്ച് അതിൻ്റെ തൊലി പൊളിഞ്ഞു വരും. ആ പൊളിഞ്ഞു പോകുന്ന തൊലി അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ ആ ഡേറ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്ന കുറുക്കില്ലേ, ഇപ്പോൾ റാഗി ആയിക്കോട്ടെ, ഹെൽത്ത് മിക്സ് ആയിക്കോട്ടെ, ബനാന മിക്സ് ആയിക്കോട്ടെ, സംതിങ് എന്തും ആയിക്കോട്ടെ, അതിനകത്തോട്ട് ഈ ഡേറ്റ്സ് അങ്ങ് ഇടുക. അപ്പോൾ ഡേറ്റ്സ് നമുക്ക് വേറെ അപ്പോൾ ഷുഗർ ഇടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ പനകൽക്കണ്ട ഒന്നും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഡേറ്റ്സ് മാത്രം മതി. ഡേറ്റ്സ് ഇട്ട് നന്നായി മാഷ് ചെയ്യുക, നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കുക അതിനകത്തോട്ട്. അപ്പോൾ ഉടച്ച് കഴിയുമ്പം അതിനകത്ത് ലാസ്റ്റ് ആ ഡേറ്റ്സിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഒരു നാര് പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് മാറി വരും. അതെടുത്ത് കളയുക, കാരണം അത് കുഞ്ഞിൻ്റെ വായി പോകരുത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മധുരത്തിന് പകരം ഡേറ്റ്സുമായി കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിങ്ങിനുള്ള സംഭവമായി. അപ്പം ഈ ഡേറ്റ്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് പ്യൂരി ആക്കി കൊടുത്താൽ മതി. അത് ക്യാരറ്റ് നന്നായി പുഴുങ്ങിയിട്ട് വേവിച്ചിട്ട് അത് പിന്നെ നന്നായി ഉടയ്ക്കുക, മാഷ് ചെയ്യുക. മാഷ് ചെയ്തിട്ട് അതിനകത്ത് ഇപ്പം വേണമെങ്കിൽ ഹണി ഇടാം, ഇല്ലെങ്കിൽ ഉപ്പ് മാത്രമായിട്ട് ഇടാം. ഹണി ആയിരിക്കും കുറച്ചും കൂടെ പിള്ളേർക്ക് ഇഷ്ടം. അത് അങ്ങനെ ഒരു പ്യൂരി ആക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലതാണ്. ലാസ്റ്റ് വൺ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിൽക്കാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് കൊടുക്കാൻ ഞാനെന്ന അമ്മ സപ്പോർട്ടല്ല. ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല കഫ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ മിൽക്ക് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ മിൽക്ക് കൊടുത്തുകൊള്ളുക. മിൽക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലതാണ് എന്ന് അവകാശപ്പെടുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മിൽക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും പറഞ്ഞു കഴിഞ്ഞു. 1 റാഗി, 2 കേർഡ് അല്ലെങ്കിൽ യോഗട്ട്, പിന്നെ ഗീ, പൊട്ടറ്റോ ഓർ സ്വീറ്റ് പൊട്ടറ്റോ, എഗ്ഗിൻ്റെ യോക്ക്, പിന്നെ ബനാന, ഹെൽത്ത് മിക്സ്, ആൽമണ്ട്, ഡേറ്റ്സ്, ക്യാരറ്റ് പ്യൂരി, മിൽക്ക്. ഇത്രയാണ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ്ങിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ മോനും കൊടുത്തുകൊണ്ടിരുന്നാണ്. ഇതിൽ മിൽക്ക് ഞാൻ കൊടുത്തിട്ടില്ല. പൊട്ടറ്റോ കൊച്ചു കഴിക്കാത്തതിനാൽ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ നിങ്ങൾ വണ്ണത്തിനെ ഓർത്ത് വിഷമിക്കാതെ കുഞ്ഞിൻ്റെ വെയിറ്റിനെ മാത്രം നിങ്ങൾ നോർമലാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.